ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ വളരെ സിമ്പിളും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ്, പഴം, മുട്ട ഇത് 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പഴുത്തത്, 2 മുട്ട, കുറച്ച് കാഷ്യൂ നട്ട്, പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുട്ടയുടെ അളവിൽ 8 ബ്രെഡ് സ്ലൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അളവിൽ ബ്രെഡിൽ ചെയ്യുമ്പോൾ വലിയ പഴമാണെങ്കിൽ ഒരു പഴം എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ കൂടി വേണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പഴത്തിനെ ഇതുപോലെ നെടുകെ 2ആയിട്ട് പിളർന്നിട്ട് ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗീന്ന് 1 ടേബിൾ സ്പൂണോളം ഗീ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് നുറുക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ മാറ്റാം. നിങ്ങൾക്കിതിൽ റൈസിൻസ് അതുപോലെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആകുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഴം എടുക്കുമ്പോൾ നിങ്ങൾ പഴുപ്പ് കുറഞ്ഞ പഴമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ട്, അതായത് കട്ടി കുറച്ചിട്ട് വേണം മുറിച്ചിടാനായിട്ട്. അങ്ങനെ നമ്മുടെ പഴം ഒരു ലോ ഫ്ലെയിമിലും അതുപോലെ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്നങ്ങ് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നത് പോലെ ചെയ്യാം. അപ്പോൾ പഴമൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ഇതിപ്പോൾ പഴുത്ത പഴമായതുകൊണ്ട് കുറച്ചങ്ങ് അടിഞ്ഞ ടൈപ്പാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. അപ്പോൾ നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് ഞാൻ ഒരു സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല, പഴത്തിൽ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഒരല്പം 1 ടീസ്പൂണോ 2 ടീസ്പൂണോ പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്, ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ടും അതുപോലെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക പൊടിയും കൂടി ചേർത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. നമുക്ക് അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് പാല് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ സൈഡ് കട്ട് ചെയ്യാതെയും ചെയ്യാം, പക്ഷെ കുറച്ചുകൂടി ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ഈ ഒരു പീസ് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ആവശ്യമുള്ളപ്പോൾ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ മുഴുവനായിട്ടും സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ബ്രെഡ് പീസും ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം മൈദമാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു പശ പോലെ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഈ 2 ബ്രെഡും കൂടിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു പശയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് സൈഡ്സിൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മാവ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ ഫില്ലിങ് വെക്കുമ്പോൾ തീരെ കുറഞ്ഞു പോകാൻ പാടില്ല, അത്യാവശ്യം ഉണ്ടാവണം. പക്ഷേ ഒരുപാട് അങ്ങ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെഡ് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നുമല്ല, ഗീലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മുട്ട ഇതിൻ്റെ മുകളിൽ കോട്ടായി വരുമ്പോൾ മുട്ട ബൈൻഡ് ചെയ്ത് നിന്നോളും. ഈ ഒരു ബ്രെഡ് പൊട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു താവ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗീ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ബ്രെഡ് ബോക്സ് ഇതുപോലെ തന്നെ മുട്ടയുടെ ബാറ്ററിൽ ഇട്ടിട്ട് എല്ലാ സൈഡും നന്നായിട്ട് കോട്ടാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്നങ്ങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തവയിലിട്ടിട്ട് എല്ലാ സൈഡും നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂണോളം ഗീ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബട്ടറിൻ്റെ താല്പര്യമാണെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ നമുക്ക് ചെയ്തു നോക്കാം. സിമ്പിളാണല്ലോ, നമ്മുടെ സ്വീറ്റ് ബനാന ബ്രെഡ് ബോക്സസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ലൊരു സർപ്രൈസ് ആയിട്ടൊക്കെ തോന്നും ഇതിൻ്റെ അകത്തെ ഫില്ലിങ്സ് ഒക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ കുറച്ചുകൂടി ഡ്രൈ ഫ്രൂട്ട്സും അവർക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്ക്. അപ്പോൾ കണ്ടില്ലേ, ഇത് സൈഡ്സൊക്കെ നന്നായിട്ട് തന്നെ ബൈൻഡായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബോക്സ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു ഐറ്റം തന്നെയാണ്. അതുപോലെ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. ബ്രെഡ് ഒഴികെ ബാക്കിയെല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.